എന്റെ കമലേച്ചി, എന്റെ അളിയൻ എന്തു പറ്റി? കുട്ടാ, ഞാൻ കാര്യം പറഞ്ഞില്ലേ, അളിയനെ ദേ ഒരു മുറിക്കകത്തിട്ട് പൂട്ടിയിരിക്കുക. ഈശ്വരാ, എപ്പോഴാ വയലന്റ് അതെന്ന് പറയാൻ പറ്റില്ല. ആരെയും കാണിക്കരുതെന്നാ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പൊന്നു മോൻ പോയിട്ട് പിന്നെ വാ. പോകാനാ? അത് ശരിയാവൂല. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അളിയനെ കണ്ടിട്ടേ പോകൂ. നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ കൊണ്ടിട്ട് പോയാ മതി. അല്ല ബാബ, കണ്ടിട്ട് പോയാ മതി. പിന്നൊരു കാര്യം, ഒരു നോക്ക് കണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് പോയേക്കണം. പെട്ടെന്ന് പൊക്കോളാം. പണിക്കരേട്ടാ. അളിയാ, അളിയന് എന്തു പറ്റി അളിയ? അളിയനെന്നെ മനസ്സിലായില്ലേ? ഞാൻ അളിയന്റെ മണിക്കൂട്ടനാണ്. അളിയ എന്തെങ്കിലും ഒന്ന് സംസാരിക്കളിയ. അളിയ, അളിയോ, അയ്യോ പെങ്ങളെ, അളിയന് പേ പിടിച്ച്. അയ്യോ മാതല്ലേ, അയ്യോ കണ്ടില്ല, അയ്യോ 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 അല്ല കണ്ടില്ല, അയ്യോ അയ്യോ. പണിക്കരേട്ടാ, നിർത്ത്, കൊര നിർത്ത്. അവൻ പോയി. എങ്ങനെയുണ്ടടി എന്റെ ഐഡിയ? അവന്റെ അപ്പനെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. പണിക്കരേട്ടന്റെ ബുദ്ധി സമ്മതിച്ചു. അവൻ ഓടിയ വഴി പുല്ല് പോലും മുളച്ചിട്ടുണ്ടാവില്ല. അയ്യോ, അവൻ തിരിച്ചു വന്നെന്ന് തോന്നുന്നു. അവന് കിട്ടിയതൊന്നും പോരായിരിക്കും. അയ്യോ, എന്നെ കൊല്ലല്ലേ. താനായിരുന്നാ? താനെന്താടോ ഇവിടെ? അല്ല, തന്നെ പട്ടി കടിച്ചെന്നോ പേയിളകിയെന്നൊക്കെ കേട്ടു. ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണോ ഞാൻ. ഇതൊക്കെ ചേട്ടനോട് ആരാ പറഞ്ഞത്? ഇയാളുടെ അളിയൻ, അല്ലാതാരാ? ഓ, ആ പാവം പേടിച്ചാ ഇവിടുന്ന് പോയത്. എടോ, ഞാൻ അവനെ ഓടിക്കാൻ വേണ്ടി ഒരു നമ്പർ ഇട്ടതല്ലേ, ഈ പട്ടി കടിച്ചെന്നും പേളയെന്നും ഒക്കെ. എന്റെ പണിക്കരെ, താൻ എന്ത് മണ്ടത്തരാടോ ഈ കാണിച്ചത്? എന്താ ദിവാകരേട്ടാ? എടോ, അവൻ വന്നതേ താൻ അവന് ഗൾഫിൽ പോകാനായിട്ട് 1 ലക്ഷം രൂപ കൊടുത്തില്ലേ, അത് തിരികെ തരാനാ. അതും പോരാഞ്ഞ് കൈ നിറയെ ഗിഫ്റ്റുമായി വന്ന തന്റെ അളിയൻ ചെക്കനെ താൻ ഓടിച്ച് കളഞ്ഞല്ലോടോ പണിക്കരെ. Is it true?